അജ്മലെ, നമ്മുടെ കാസർഗോഡ് ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടാണോ അല്ലെങ്കിൽ നമ്മൾ കുതിപ്പിലാണോ ഉള്ളത്? സത്യം പറഞ്ഞാല് കാസർഗോഡ് ഈ കാലഘട്ടത്തിൽ ഉം, ഈ സമയങ്ങളിൽ ഉം, നമുക്ക് പറയുകയാണെങ്കിൽ ഉം, കൃത്യമായി പറയുകയാണെങ്കിൽ ഉം. കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിലവിൽ മാറ്റങ്ങൾ കാണുന്നുണ്ടെന്നാണ്. അത് കാണുന്നുണ്ട്. അപ്പൊ മുമ്പുണ്ടായിരുന്നോ? മുമ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മാറ്റം കൊണ്ടുവന്നത് ആര് എന്ന് ഉള്ള ചോദ്യത്തിനാണ് ഉം. കാസർഗോഡ് മുനിസിപ്പാലിറ്റിന്റെ കാര്യത്തില് മുനിസിപ്പാലിറ്റി അതെ ആ. ഇപ്പോ ഉള്ള അവിടുത്തെ ചെയർമാൻ ഉം. അദ്ദേഹം നല്ല ഒരു വികസന കാഴ്ച വെച്ചിട്ടുണ്ട്. അവിടെ നല്ലൊരു മാറ്റം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ പുള്ളി ചെയ്യുന്നുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇപ്പൊ രാത്രി കാലങ്ങളിൽ ഇപ്പോ നമ്മുടെ ആ ഏരിയ, അതായത് പ്രസ് ക്ലബിന്റെ ആ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുട്ടായിരുന്നു. അതെ, അപ്പൊ അന്ധകാരത്തിലുണ്ടായിരുന്ന കാസർഗോഡിന് വെളിച്ചം പാകാൻ ചെയർമാൻ ഇറങ്ങി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെ എം എൽ എ എന്തിനാ? MLA അതാണ് ക്വസ്റ്റ്യൻ ചിഹ്നം. MLA ഇത്രയും ചെയ്യേണ്ട വർഷമായിട്ട് കുറെ ഭരിക്കുന്നത്. കാര്യങ്ങൾ അദ്ദേഹം ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഇന്ന് ചെയർമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എം എൽ എ ഒന്നും ചെയ്യുന്നില്ല. സത്യം. കാസർഗോഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നാണോ? കാരണം ഇത്രയും വർഷങ്ങളായി ഭരിക്കുന്നു, ഇത്രയും വർഷങ്ങളായിട്ട് എം എൽ എ ചേർന്ന് എണീക്കുന്നില്ല. അപ്പോ ഞാൻ പറയുന്നത്, പുതിയ തലമുറയ്ക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന് എണീച്ചു കൊടുത്തുകൂടാ? തീർച്ചയായിട്ടും ഇപ്പോ അതൊരു നിലവിൽ plus point ആണ്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് അത് മുനിസിപ്പാലിറ്റിയിൽ കിട്ടുന്ന ഫണ്ടിന് വെച്ച് നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ചെയർമാൻ പരമാവധി ഇവിടെ വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഫണ്ട് അപ്പോ കുറവായിട്ട് പോലും ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പൊ എം എൽ എയും കൂടി ഇതിനൊന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാസർഗോഡ് വലിയൊരു മാറ്റം വരുന്നില്ലേ? നിങ്ങൾ കാസർഗോഡ് കാനങ്ങാട് വെച്ച് നോക്ക്. കാനങ്ങാട് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആയിട്ട് മാറി. തീർച്ചയായിട്ടും മുമ്പ് കാസർഗോഡ് എത്ര കമ്പനികൾ വന്നു പോയി അറിയാവോ? KFC വന്നു പോയി. ഏതൊക്കെ കമ്പനികൾ പോയി? ആർക്കാസം ഉണ്ടായിരുന്നു? അപ്പൊ അങ്ങനെ പണ്ട് ഉണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ അതെ, ഇപ്പൊ നേരെ പറിച്ചു നടുകയാണ്. എങ്ങോട്ടേക്ക്? കാനങ്ങാടേക്ക്. തീർച്ചയായിട്ടും കാനങ്ങാട് ആ വികസന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാസർഗോഡ് പിന്നോട്ട് സഞ്ചരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ നമ്മളെ ഈ ചെയർമാൻ വന്നതിന് ശേഷം ഒരു മാറ്റം കാസർഗോഡ് കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതെ അതെ അതെ. എന്ന് വെച്ച് കാസർഗോഡ് വികസന കുതിപ്പിലാണ് എന്ന് പറയാൻ ഇല്ല സാധിക്കില്ല. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും സാധിക്കില്ല. സാധിക്കില്ല. ഇപ്പൊ അജ്മലിനെ സംബന്ധിച്ച് അജ്മൽ വല്ല കാഴ്ചപ്പാടുണ്ടോ? എന്റെ നാട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്തൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന എന്നുള്ള കാര്യം? പിന്നെ തീർച്ചയായിട്ടും നമ്മള് കൂടുതൽ കൊച്ചി ബേസ് ചെയ്തിട്ടാണ് കൊച്ചി വിടുക. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് കോഴിക്കോട് ബീച്ച്, ആ. കോഴിക്കോട് ബീച്ച് പോലെ ഒരു അതിനേക്കാൾ ഉപരിയായി അതിനേക്കാൾ നല്ലതായി ആക്കാൻ പറ്റുന്ന, ഇവിടെ നല്ല ടൂറിസം മേഖലയിൽ നമുക്ക് ഏറെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ബീച്ചുകൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്ക് തന്നെയാണ്. ഉണ്ട് നെല്ലിക്കുന്ന്. നെല്ലിക്കുന്ന് ബീച്ച്. പക്ഷെ അവിടെ ഫണ്ട് കൊണ്ടുവരേണ്ടത് ആരാ? അവിടെയാണ് എം എൽ എ ഉത്സാഹിക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു ചെറിയൊരു മുനിസിപ്പാലിറ്റി വന്ന് മാത്രം മുനിസിപ്പാലിറ്റി ഫണ്ട് കൊണ്ട് ചെയ്യാൻ എത്രത്തോളം സാധിക്കില്ല. ചെയ്യാൻ പറ്റും? പക്ഷെ പരമാവധി ഇയാള് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെയർമാൻ. ഉം. എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കുന്ന് ബീച്ചിൽ താങ്കളുടെ കാഴ്ചപ്പാട് എന്താ നിലവിൽ? നെല്ലിക്കുന്ന് ബീച്ച് ഫെസ്റ്റ് നടക്കാം. ഡേറ്റ് മാറ്റി. ഡേറ്റ് മാറ്റി. അല്ല, അതായത് മഴ ആയതുകൊണ്ട് ഡേറ്റ് മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. തീർച്ചയായും. പഴയ ഡേറ്റും ഒഫീഷ്യലി എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. അതെ അതെ. അപ്പൊ നെല്ലിക്കുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ചെയർമാൻ തന്നെ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വാഗ്ദാന ഭൂമി എന്ന പോലെയാണ്. അതെ 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 അപ്പൊ അത്രയും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം അതെ. നെല്ലിക്കുന്ന് ബീച്ച്, അതേപോലെ തളങ്കര ബീച്ച്, അതെ. ഇതൊക്കെ എത്ര സുന്ദരമായ സ്ഥലങ്ങളാണ്. ഇത് നമുക്ക് മറ്റു ആളുകള്, വിദേശികളെയും സ്വദേശികളെയും മറ്റു ജില്ലക്കാരെയും എല്ലാം ആകർഷിപ്പിച്ചുകൊണ്ട് മറ്റൊരു കോഴിക്കോട് ബീച്ച്, കാസർഗോഡ് ബീച്ച് എന്നറിയപ്പെടുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതെ. അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ നമുക്കത് മികച്ചതാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റം കൊണ്ടുവന്നാൽ എല്ലാം മാറും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അതുപോലെ കാസർഗോഡ് ബീച്ച്, ഇപ്പൊ നെല്ലിക്കുന്ന് ബീച്ച് എടുത്ത് നമ്മൾ വലിയ ഫെസ്റ്റ് ഒക്കെ നടത്തി വിദേശ കമ്പനികളെ എല്ലാം ഇവിടെ ആകർഷിപ്പിക്കുന്നു. ഒരുപാട് കമ്പനികൾ ഇവിടെ രൂപം കൊള്ളുന്നു. പിന്നെ അത് കാരണം അതിന്റെ ബേസിൽ കാസർഗോഡിന് വലിയൊരു മാറ്റം ഉണ്ടാവും. മനസ്സിലായോ? അല്ലേ? അതെ, ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ നമ്മുടെ എം എൽ എ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് എം എൽ എയുടെ ദേഷ്യമൊന്നുമില്ല. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതെ. നമ്മളെ
MLA. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ അത്ര മികച്ചതായി വരുന്നില്ല. അപ്പോ ഇനിയുള്ള ഇലക്ഷനിലെങ്കിലും നമുക്ക് യുവതലമുറയിലെ ആളുകൾ വരണം, ചെറുപ്പക്കാർ വരണം. ചെറുപ്പക്കാർ വന്നാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ തൊട്ടടുത്തുള്ള മഞ്ചേശ്വരം മണ്ഡലം, അവിടുത്തെ അഷ്റഫ് MLA എന്ത് അദ്ദേഹത്തിന് ചെറുപ്പാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അവിടെ കൊണ്ടുവന്ന വികസനങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ MLA കാണണം. പിന്നൊരു കാര്യം, ആ MLA അവിടെ എടുക്കുന്ന എഫേർട്ട്, അതേപോലെ ആ MLA-നെ എന്തുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ പല പ്രോഗ്രാമിനും ക്ഷണിക്കുന്നു. അതേപോലത്തെ ഇവിടുത്തെ MLA-നെ അപ്പുറത്തെ വിളിക്കുന്നുണ്ടോ മഞ്ചേശ്വരത്ത് വിളിക്കുന്നുണ്ടോ? ഇപ്പം ഈ പക്ഷെ നമ്മളെ MLA എല്ലായിടത്തും എത്തുന്നുണ്ട്, എല്ലാ പരിപാടിക്കും അദ്ദേഹം പങ്കെടുക്കാറ്. പക്ഷെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എത്തുന്നുണ്ടോ? അതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ഈ AKM അഷ്റഫ് എന്ന് പറയുന്ന MLA കാസർഗോഡ് പല മണ്ഡലങ്ങളിലും കാസർഗോഡ് മണ്ഡലത്തിലെ പല വേദികളിലും അതിഥിയായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്തേ അയാളെ വിളിക്കാൻ കാരണം? അദ്ദേഹത്തിന്റെ പ്രവർത്തനം മികച്ച മാത്രല്ല നമ്മള് ചെയർമാൻ എത്ര ആൾക്കാർ വിളിക്കുന്നുണ്ട്. ചെയർമാന് എന്ന് പറയുന്ന ഒരു വ്യക്തി ആര് എന്ത് പോയി പറഞ്ഞാലും ആ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് ആരോടും പറ്റൂല എന്നൊരു വാക്ക് പോലും പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ചയിലോട്ട് പോകണം. അജ്മൽ, വേണ്ട, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവിടെ കുറെ മാറ്റങ്ങൾ ആവശ്യമാണ്. പ്രധാനപ്പെട്ട നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡിൽ ഉന്നയിക്കുന്ന കാര്യം കാസർഗോഡിൽ ഇനി വേണ്ട മാറ്റങ്ങൾ. നമ്മളിപ്പോ മെയിൻ ആയിട്ട് ചർച്ചയിലോട്ട് കൊണ്ടുവന്നത് കാസർഗോഡ് ബീച്ച് എന്ന് അറിയപ്പെടുന്നത്, നമ്മളെ നെല്ലിക്കുന്ന് ബീച്ച് ഇനി മുതൽ കാസർഗോഡ് ബീച്ച് എന്നറിയപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങളിലോട്ടേക്ക് വരണം. അപ്പൊ അതിന്റെ ഒരു തുടക്കമായിട്ട് നമുക്കാണെങ്കിൽ ആ പോഡ്കാസ്റ്റിന് ആദ്യത്തെ എപ്പിസോഡ് മാറ്റാം. ഇനി അങ്ങോട്ട് നമുക്ക് ഈ കാസർഗോഡിന്റെ ഓരോ വിഷയങ്ങളും വെച്ച് ചർച്ച അങ്ങ് തുടരാം. അതിപ്പോ ഞാൻ അജ്മലാണെന്നില്ല, വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാം. വ്യത്യസ്ത മേഖലയിൽ നിന്ന് കാസർഗോഡ് ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ട്, ഒരുപാട് ചെറുകിട കച്ചവടക്കാർ, ഇങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഒരു വലിയൊരു ചർച്ചയാണ് ഇന്ന് നമ്മൾ തിരികൊടുക്കുന്നത് അല്ലെ. അതിന്റെ തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വിഷയം പ്രധാനമായിട്ട് പറഞ്ഞത്. ഇത് നമ്മൾ MLA കുറ്റപ്പെടുത്താനുള്ള എപ്പിസോഡ് കാര്യം കാണരുത്. MLA-യോട് യാതൊരുവിധ വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല. നമ്മൾ കാസർഗോഡ് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ഞാൻ അജ്മലും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ തോന്നിയ കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോ അദ്ദേഹം നമ്മുടെ MLA അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ഇനിയും വികസനം കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഫണ്ട് മാക്സിമം ഉപയോഗിക്കപ്പെടണം, മാക്സിമം ഇനിയും കൊണ്ടുവരാം. എനിക്കറിയാം പഴയ കാസർഗോഡ് വെച്ച് നോക്കുമ്പോൾ പല മാറ്റങ്ങളും കാസർഗോഡ് ചെയർമാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ആണ് കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇപ്പൊ നിലവിൽ. തീർച്ചയായും. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ പറയുന്നത്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.